ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ലോണം ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം കഴിയുമ്പോഴേക്കും പിന്നെ ബ്ലോക്കുമായി. അപ്പം ഞങ്ങൾ അപ്പം നീച്ചൂടിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് പർച്ചേസിങ്ങിന് പോകുമ്പോൾ അവന് മനസ്സിലായിരുന്നു അതിന് പോവുകയാണെന്ന്. അപ്പോൾ ഞാൻ കൂടെ പോകുന്നതാണ്. അപ്പോൾ എന്തായാലും അവൻ വന്ന സ്ഥിതിക്ക് നമുക്ക് കോഴിക്കോട് ബീച്ചിൻ്റെ അതിലൂടെ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബീച്ചിലേക്ക് പോകുന്ന ടൈമിൽ നല്ല ബ്ലോക്കാണ് കേട്ടോ. ഒരു തുള്ളി സ്ഥലം വണ്ടി എവിടെയും വെക്കാനൊന്നുമില്ല. പിന്നെ അന്ന് എന്തൊക്കെയോ പ്രോഗ്രാമൊക്കെ നടക്കുന്നത്, ഒരു 1-1.5 മാസം മുന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ നല്ല ബ്ലോക്കും എന്തൊക്കെയോ ഗസ്റ്റൊക്കെ വരുന്നതുകൊണ്ട് ബീച്ചിലൊക്കെ ഫുൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വണ്ടി പാർക്ക് ചെയ്യാൻ പോലും ഒരു തുള്ളി സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ. വണ്ടിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്ന് തന്നെ പറയാം, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതാ സൈഡിലൊക്കെ ഈ ബലൂണൊക്കെ കണ്ടപ്പം നിച്ചൂട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി, ബലൂണുകളുണ്ട്, അതുണ്ട് എന്നൊക്കെ. എപ്പോഴും പോകുന്ന ആകെ ഒരു കാപ്പാട് മാത്രം നിച്ചൂൻ്റെ ഫസ്റ്റ് ടൈം എന്ന് പറയാം. ചെറുതായപ്പോൾ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആണ് ആദ്യമായിട്ട് കോഴിക്കോട് ബീച്ചിൽ വരുന്നത്. അപ്പോൾ അത് ഈ ഒരു സന്ധ്യാസമയം തന്നെ ആയതുകൊണ്ട് കുറച്ചും കൂടെ ഭംഗിയായിരുന്നു. പക്ഷെ കാണാനോ നോക്കാനോ ഒന്നും പറ്റിയില്ല. ഫുൾ വണ്ടി ഒരു അറ്റം മുതൽ 2-3 സ്റ്റോപ്പ് വരെ എന്ന് പറയാം അങ്ങ് പോയി. എന്നാലും ഒരു സ്പേസ് പോലും ഉണ്ടായിരുന്നില്ല, അത്രയും റഷായിരുന്നു വണ്ടികൾ. അങ്ങനെ എങ്ങനെയൊക്കെയോ വണ്ടിയൊക്കെ ഞങ്ങൾ പാർക്ക് ചെയ്തു. അതാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ പറയാം, സാധാരണ കാപ്പാട് പോയ വെള്ളത്തിൽ കളിക്കും, വെള്ളത്തിലൊക്കെ ഒന്ന് കളിക്കാം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വെള്ളത്തിൽ കളിച്ച് നമുക്ക് പോകുമ്പോൾ നന്നെ ഡ്രസ്സൊന്നും ഇട്ട് പോകാൻ പറ്റില്ല. പിന്നെയും കുറച്ച് സാധനങ്ങൾ അവിടെ പാക്ക് ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ വാങ്ങിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ് ജസ്റ്റ് അതിലൂടെയൊക്കെ ഒന്ന് നടന്ന് വരാമെന്ന് കരുതി ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ തുടങ്ങിയാണ് ഒരു ടെസ്റ്റ് ഉണ്ടായത്. അപ്പോൾ അവൻ മണ്ണ് കളിക്കാനൊക്കെ പോകുമ്പോൾ ഇടിച്ച് വലിച്ച് പോകും. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം യാദൃശ്ചികമായിട്ടൊരാളെ ഞങ്ങളെ കണ്ണിൽപ്പെട്ടു കേട്ടോ. ഒരു തത്തേനൊക്കെ ആയിട്ടിരിക്കുന്നത് എപ്പോഴും ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്. ഇതാണ് അപ്പോൾ പറയും നോക്കാം, എനിക്കതിൽ വിശ്വാസമില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഞാനത് നെവർ മൈൻഡ് ആക്കി വിടാറാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ അവർ ഇത്രയും തിരക്കായിട്ട് അയാളുടെ അടുത്ത് ആരുമില്ല, പാവം ഉണ്ടാവും, നമുക്ക് എത്രയും ചോദിക്കാം. അപ്പോൾ 50 രൂപ എന്ന് പറഞ്ഞു. ഇതിനെ പറഞ്ഞാൽ 50 രൂപയല്ലേ, അയാൾക്ക് ആരും കിട്ടിയില്ല, പാവം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും കരുതി എന്നാൽ പിന്നെ ഒന്ന് ഇരിക്കാം. അങ്ങനെ ഇരുന്നതാണ്. പക്ഷേ അതൊരു 1.5 ഇരുത്തായി തന്നെ പറയാം കേട്ടോ. സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ആരും ട്രൈ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഈ സൂം ചെയ്ത് ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾ നടന്നു പോകുമ്പോൾ കാണിക്കുന്നത്. ഇത് യാദൃശ്ചികമായിട്ട് ഈ വീഡിയോയിൽ ഇങ്ങനെ പെട്ടതാണ് കേട്ടോ. വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ ഈ ചേട്ടനെ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോവുക. കറക്റ്റായിട്ടാണ് കേട്ടോ പറയുക കാര്യങ്ങളെല്ലാം. നമ്മളെ ബുദ്ധിമുട്ട്, നമ്മളെ കഷ്ടപ്പാട്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പറയുന്നത് നമ്മൾ അറിയുന്ന ഒരാൾ പറയുന്നതാണോ എന്ന് വരെ തോന്നും. നമ്മളെ നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്ക് പോലും ചിലപ്പോൾ നമ്മളെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല. പക്ഷേ അത്രയും സൂപ്പറായിട്ടാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ ഇനി ആരെങ്കിലും ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ചേട്ടനെ കാണുമെങ്കിൽ എന്തായാലും ഒന്ന് ഇരുന്ന് നോക്കാം. നിങ്ങളെ എക്സ്പീരിയൻസും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾ ആരെങ്കിലും ഇതുവരെ പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യട്ടോ. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞതെല്ലാം ഞങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ തന്നെ മൂപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പോകാൻ നേരത്തെ അയാൾ പറയുകയും ചെയ്തു, ഇത് വിധിയാണ്, കാരണം നിങ്ങളെ ഞാൻ വിളിക്കുകയും ചെയ്തിട്ടില്ല, നിങ്ങൾ എന്നെ തേടി വന്നതുമല്ല, യാദൃശ്ചികമായി കണ്ടു, പക്ഷെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഇരിക്കാൻ തോന്നി, അത് നിങ്ങളെ നിമിത്തമാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അയാൾ. ശരിക്കുമാണ് കേട്ടോ. ഞാൻ ഇതുവരെ ഞങ്ങൾ ഈ തത്തേനെ കാണുമ്പം ജസ്റ്റ് ഒന്ന് കണ്ട് അങ്ങ് പോവല്ലേ, ഒരു കൈനോട്ടക്കാരടുത്തൊന്നും ഇരുന്നിട്ടില്ല. പക്ഷേ ഇതെന്തോ അവിടെ പിടിച്ചിരുത്തിയ പോലത്തെ ഒരു ഫീലായിരുന്നു. അപ്പോൾ ഇതാ തത്തമ്മയ്ക്ക് അവിടെ ഉണ്ട്. ഞങ്ങൾ അപ്പോൾ ജിതിയുടെ ഞങ്ങൾ ചോദിക്കുകയാണ് കേട്ടോ, എങ്ങനെയാണ് വരുന്ന റേറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ വെറുതെ. അപ്പോൾ 50 രൂപയുള്ളൂ. അയാൾ നമ്മളെ കമ്പലെ സാധാരണ വന്നിരുന്ന ആൾക്കാർ ഇരിക്കുക, അല്ലെങ്കിൽ നോക്കാം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും. ഇതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും വെള്ളേന്ന് ഇരിക്കുക. അപ്പോൾ ഞാനാണ് ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ എന്നോട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഞാൻ വന്നിരുന്നപ്പോൾ തന്നെ എൻ്റെ ഫേസ് നോക്കിയിട്ട് തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. ചിലപ്പോൾ എൻ്റെ ഫേസിൽ അന്നത്തെ അലച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ ഫേസിൽ ചിലപ്പോൾ തെളിയുന്നുണ്ടാവാം. കുറേ ഫേസുകൾ കണ്ടതുകൊണ്ടായിരിക്കും അയാൾ പറഞ്ഞത്. പക്ഷേ അത് അയാൾ സ്റ്റാർട്ടിങ് ആയിരുന്നു. പിന്നെ തത്തേനെ കൊണ്ട് ഷീറ്റ് എടുത്തതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ അയാൾ പറഞ്ഞു. ഞാൻ വന്ന വഴികളും എന്തൊക്കെ കഷ്ടപ്പാടുകളോ അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളോ എന്തൊക്കെയാണോ ഉള്ളത് അത് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അയാളുടെ ഒരു റെസ്പെക്റ്റും കൂടി ആയിപ്പോയിട്ടോ. കാരണം ഇങ്ങനെ പറയാൻ പറ്റുമോ, അല്ല ഈ ഒരു കാര്യത്തിനോട് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, പറയാനറിയില്ല, അത്രയും അതിൽ വിശ്വാസം വന്നതുപോലത്തെ ഒരു ഫീലായിപ്പോയി.
അപ്പോൾ ഇനി ഇതേപോലെ ആർക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഈ ചേട്ടനെ കോഴിക്കോട് കാണുകയാണെങ്കിൽ നിങ്ങൾ എന്തായിട്ടും എന്തോ ഒരു പേര് പറഞ്ഞു കേട്ടോ, കേശു അങ്ങനെ എന്തൊരു പേര് പറഞ്ഞു, മറന്നു പോയതാണ്. അപ്പോൾ ചേട്ടൻ നല്ല, അതായത് നല്ല ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ, നമ്മളോട് ഇങ്ങനെ എന്താ ഏതാന്ന്. ഇനിയിപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടാണോ എന്ന് അറിയില്ല കേട്ടോ. നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പം ഇങ്ങനെ തന്നെയാണെന്ന് അറിയാവാം. എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ്, ഞാൻ ഇതുവരെ ഇത് വിശ്വസിക്കാത്ത ഒരാളും കൂടി ആയതുകൊണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസും കൂടി ആയതുകൊണ്ട് എന്നെ സംഭവം സർപ്രൈസാക്കി. അപ്പോൾ ഇതാ തത്തമ്മ ഷീട്ടെടുത്ത് ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഓരോരോ കാര്യങ്ങൾ. സംഭവം എൻ്റെ ഷീറ്റ് എടുക്കാൻ പറഞ്ഞപ്പോൾ തത്തമ്മ എടുത്തതേ ഇല്ല, കുറേ നേരത്തേക്ക് എടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളൊന്ന് മാറ്റി പിടിച്ചു, എന്തായാലും 50 വെച്ചല്ലേ നമുക്ക് മറ്റൊരു കഥ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വേഗം വന്ന് ഷീറ്റ് എടുത്തിട്ടോ. അപ്പോൾ എന്തായാലും നല്ല ത്രില്ലിങ് ആയിരുന്നു സംഭവം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ആ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവരോട് നടന്നിങ്ങനെ വരുന്ന ടൈമിലാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, അടയ്ക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ആൾക്കാർ പോകുന്നതിന് മുന്നേ ഞങ്ങൾക്ക് വണ്ടിയിലേക്ക് വെച്ച് തരണമെങ്കിൽ ആരെങ്കിലും വേണ്ടേ. ആ ഒരു ടൈമായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ പോരുന്ന വഴിയിൽ ഇന്ന് എന്തെങ്കിലും ഒന്ന് തണുപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്നൊരു, സാധാരണ ഇങ്ങനത്തെ ഒന്നും ഞങ്ങൾ വാങ്ങിക്കാറില്ല, പുറമെ ഇറങ്ങിയാലും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങാറില്ല. പക്ഷെ അന്ന് ഐറ്റം ഒന്ന് വാങ്ങി. കുറേ നേരം മണൽ കളിച്ചുകൊണ്ട് തന്നെ നിൽച്ചുകൊണ്ട് കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യണ്ടായിരുന്നു. ഫുള്ള് നായും എന്തൊക്കെയോ ജീവികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ആ ചേട്ടൻ ഞങ്ങൾക്ക് അവിടെ നിന്ന് കൈ കഴുകാനൊക്കെ ഉള്ള വെള്ളമൊക്കെ തന്നതിന് ശേഷം അതൊക്കെ കഴുകി ഞങ്ങൾക്ക് ഐസൊക്കെ ഒരുതി സെറ്റാക്കി തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിച്ചുണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ്. കാരണം ഞങ്ങൾ പുറത്ത് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോവാറുമില്ല, ഇങ്ങനത്തെ ഒന്നും വാങ്ങിക്കാറുമില്ല, പുറമേ നിന്ന് അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങി കഴിക്കാറില്ല. എനിക്ക് 2 പേർക്കും ഇഷ്ടമില്ല, അതുകൊണ്ട് തന്നെ അത് ഒന്നും കഴിക്കാറുമില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് അപ്പോൾ മധുരമുള്ള വേണം എരിവുള്ള വേണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൻ്റെ ഫസ്റ്റ് അല്ലേ, അപ്പോൾ ഞങ്ങൾ മധുരമുള്ള മതി എന്നൊക്കെ പറഞ്ഞാൽ അത് വാങ്ങി. ഒന്നാണ് കേട്ടോ വാങ്ങിയത്, കഴിക്കുകയാണെങ്കിൽ കഴിക്കാറ്, എനിക്കെന്തായാലും അത് ഇഷ്ടമല്ല. അങ്ങനെ അതൊക്കെ കൊടുത്ത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ്, ആദ്യം ഞാൻ സൂപ്പർ എന്നൊക്കെ പറഞ്ഞു, പിന്നെ പറഞ്ഞു വേണ്ടാന്ന്. കിട്ടിയതിൽ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഈ ഐസും അതൊക്കെ കണ്ടപ്പോഴുള്ളൊരു ത്രില്ലിങ് മാത്രം. ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, സൂപ്പർ എന്നൊക്കെ പറഞ്ഞു, ഐസല്ലേ. പിന്നെ വേണ്ട. അങ്ങനെ പിന്നെ ഒന്നുകൊണ്ട് അവർ രണ്ടാളും കൂടെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അപ്പോഴേക്കും ടൈം കുറേ നേരമായിരുന്നു കേട്ടോ. അവർക്ക് അവിടെ പാക്കിങ് കഴിയുന്നവരെ അവിടെ അങ്ങനെ നോക്കിയിരിക്കണ്ടേ, ഇവനെയായിട്ട് ഇങ്ങനെ ഇരിക്കണ്ടേന്ന് കരുതിയിട്ട് എന്തായാലും പുറത്തേക്ക് ഇറങ്ങണം, അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ അവരെ പാക്കിങ് കഴിഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വേഗം ഇതൊക്കെ കഴിഞ്ഞ് അവനൊരു ബലൂണൊക്കെ വാങ്ങാൻ പറഞ്ഞ് അതൊക്കെ വാങ്ങി തിരിച്ചു പോരുകയാണ്. പോയി സാധനമൊക്കെ എടുത്ത്, അതൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടില്ല, അപ്പോഴേക്ക് നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു, നല്ല ബ്ലോക്കും കാര്യമൊക്കെ ആയിരുന്നു. അപ്പം പെട്ടെന്ന് സാധനങ്ങളൊക്കെ വണ്ടിയിലിട്ട് അങ്ങ് പോരുകയും ചെയ്തു. വലിയ വലിയ കെട്ടുകളൊക്കെ നമുക്ക് വീട്ടിലേക്ക് എത്തിക്കുകയാണ് അവർ ചെയ്യാറ്. പിന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നൊക്കെയാണെങ്കിൽ നമ്മൾ കൊണ്ടുവരാൻ ചെയ്യും. പിന്നെ അതൊക്കെ കഴിയുമ്പോൾ ഇതാ നന്നായിട്ട് ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ദൂരെ ഞങ്ങൾ വരുന്ന ടൈമിലൊരു ബലൂണ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോവാണ് കേട്ടോ, നീച്ചോട്ട് ഞങ്ങളെ വലിച്ചുകൊണ്ട് പോകാൻ. പിന്നെ അവരെ കുറേ നേരത്തെ കാണാനുണ്ടായിരുന്നില്ല. പിന്നെ ഈ സൈഡിൽ ഇതാ വട്ടം അത് അവിടെ ഉത്സവത്തിന് ഏട്ടൻ വാങ്ങിക്കൊടുത്തത്, അതിപ്പോഴും ഉണ്ട് കേട്ടോ, ഒന്നും ആയിട്ടില്ല, എത്രയോ മാസങ്ങളായില്ലേ. കാണുമ്പോൾ ആയിരിക്കും പെട്ടെന്ന് പോകുന്നതുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഇപ്പോഴും അവൻ്റേത് വീട്ടിൽ തന്നെ ഉണ്ട്, ഒന്നും ആയിട്ടില്ല. പിന്നെ അവൻ അങ്ങനെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ അത് കുറേ കാലമായിട്ട്. പിന്നെ ഈ ബലൂണൊക്കെ പെട്ടെന്ന് പോയിട്ടോ. ഞാനൊരു 1.5 മാസം മുന്നുള്ള വീഡിയോ എന്ന് പറയില്ലേ, അപ്പോൾ ഒരു 10 ഡേയ്സൊക്കെ നിന്നിട്ടുള്ളൂ. ആ ബലൂണിൻ്റെ കുഴപ്പമായിരിക്കാം, അത് പെട്ടെന്ന് തന്നെ കാറ്റ് പോയി. ഈ ആനേൻ്റെ ഇതുവരെ എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ആനേൻ്റെ ഒന്ന് വാങ്ങി. ആദ്യം വാങ്ങുമ്പോൾ ഹൈഡ്രജൻ ബലൂണാണെന്നാണ് കരുതിയത്, പക്ഷേ അതൊക്കെ വലിച്ച് വീട്ടിലെത്തിയതിന് ശേഷമാണ് അറിയുന്നത് ഹൈഡ്രജൻ ബലൂണല്ല, സാധാ ബലൂണാണ്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ 100 റുപ്പീസാണ്. അപ്പോൾ ഞങ്ങൾ 100 ഒന്നും വേണ്ട, കുറച്ച് തരുമോ ചേട്ടാന്നൊക്കെ ചോദിക്കുമ്പോൾ രാത്രി ആയില്ലേ, പിന്നെ ഇവനിങ്ങനെ ഓരോന്ന് സംസാരിക്കണം, കുറച്ചൊക്കെ മലയാളം അറിയാം കേട്ടോ. അപ്പോൾ അവനോട് നല്ല കമ്പനി എന്തൊക്കെയോ ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അവർ 60 റുപ്പീസിന് തന്നു കേട്ടോ. അപ്പോൾ അയാൾ തന്നെ ആയതുകൊണ്ട്, സാധാരണ അവിടെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരതൊക്കെ എന്ന് വെച്ചാൽ ഓണർ അവരല്ല, വേറെ അവരുടെ സ്ഥലത്ത്. അപ്പോൾ അവർക്ക് ക്യാഷിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഇത് കുറേ നേരം നിച്ചൂടിനായിട്ട് കത്തി അടിച്ച് കമ്പനി അടിച്ചതിന് ശേഷമാണ് കേട്ടോ അവന് ഇതൊക്കെ വാങ്ങി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം മൂപ്പര് അത് മതി എന്നൊക്കെ പറഞ്ഞു, ഓക്കെ ബൈ, നെക്സ്റ്റ് ടൈം കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ അയാൾക്ക് ആ മാമന് ടാറ്റ ബബായ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.